VK പ്രശാന്ത് MLA തന്നെ ചാനലിനൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആകുമ്പോൾ പൊട്ടും, അതാണ് അതിൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അല്ല, പൊട്ടണ്ടാത്തതാണെങ്കിൽ നമുക്ക് കമ്പിയും സിമെൻറ്റും മണ്ണും ഒക്കെ വെച്ചിട്ട് ഉള്ള പാലം പണിതാൽ പോരെ. ഇയാൾ എന്താ മണ്ടനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനം 4 മാസം കൊണ്ട് ടെൻഡറിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. MLA പ്രൊമോട്ടർ ആയതുകൊണ്ടും അംഗമായതുകൊണ്ടും അതിന് ഇളവ് നൽകി ഒരു പ്രധാനപ്പെട്ട ടൂറിസം പ്രോജക്റ്റ് അവർക്ക് നൽകണമെന്നാണ് ആ കത്തിൽ പറയുന്നത്. ആദ്യത്തെ അനധികൃതമായി നേടിയിട്ടുള്ള ആ പ്രോജക്റ്റ് വെച്ച് VK പ്രശാന്ത് MLAയുടെ ഈ വൈപ്പ് കോസ് സൊസൈറ്റിയെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ വകുപ്പ് അക്രഡിറ്റഡ് ടൂറിസം സർവീസ് പ്രൊവൈഡറായിട്ട് സർട്ടിഫൈ ചെയ്യുന്നു. ഈ VK പ്രശാന്തിൻ്റെ വൈപ്പ് കോസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിൽ പൊട്ടലുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. വീടുകളിൽ പോലും വയ്ക്കുന്ന കണ്ണാടികൾ പൊട്ടിപ്പോവാത്ത കാലത്താണ് MLAയുടെ കണ്ണാടിപ്പാലം വെയിലടിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പോകുന്നത്. ടൂറിസം വകുപ്പിൽ നിന്നുള്ള പാലമാണ് വൈപ്പ് കോസിലേക്കും VK പ്രശാന്തിലേക്കുമുള്ള ദൂരം. ആ ദൂരമാണ് കണ്ണാടിപ്പാലം അഴിമതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള കണ്ണാടിപ്പാലം ഇതിനു മുൻപും വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ കണ്ണാടിപ്പാലം നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് പൊട്ടിപ്പൊളിഞ്ഞത്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ ഈ കണ്ണാടിപ്പാലവുമായി ബന്ധപ്പെട്ട് നിർണായക റിപ്പോർട്ടാണ് മറുനാടന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ്: കണ്ണാടിപ്പാലത്തിൻ്റെയും അഡ്വഞ്ചർ പാർക്കിൻ്റെയും കരാർ നിയമവിരുദ്ധമായി വട്ടിയൂർക്കാവ് MLA പ്രശാന്ത് നേതൃത്വം നൽകുന്ന സൊസൈറ്റിക്ക് നൽകി എന്നുള്ള പരാതി വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വീണ S. നായരാണ്. അവർ തന്നെ ഇപ്പോൾ മറുനാടനോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. പരാതിയിൽ കൃത്യമായ അന്വേഷണം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് RTI അടക്കം നൽകിക്കൊണ്ട് നിയമസഭാ ചോദ്യങ്ങളുടെ ഉത്തരം ലഭിച്ച ഡോക്യുമെൻറ്റ്സ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെളിവുകൾ സഹിതമാണ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് ഒരു ക്രോണോളജി ഉണ്ട്. ഞാൻ കൃത്യമായി അത് പറയാം. അതായത് ആക്കുളം ലെഷർ ആൻഡ് അഡ്വഞ്ചർ ടൂറിസം പദ്ധതി അവർ 2022 ജനുവരിയിൽ ഒരു ടെൻഡർ വിളിക്കുന്നു. വൈപ്പ് കോസ് എന്ന VK പ്രശാന്ത് MLA ചീഫ് പ്രൊമോട്ടറും അംഗവും ഒക്കെ ആയിട്ടുള്ള സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നത് 2021 ഓഗസ്റ്റിലാണ്. അത് പ്രവർത്തനം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ടെൻഡർ ക്ഷണിക്കുന്നത് 2022 ജനുവരിയിൽ. 2021 സെപ്റ്റംബറിലാണ് വൈപ്പ് കോസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനം, അത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം കൊണ്ട് ഈ വൈപ്പ് കോസ് ഒരു ടെൻഡറിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ടെൻഡറിൻ്റെ ഭാഗമാകാൻ നിശ്ചയിച്ചിരുന്ന പ്രീ ക്വാളിഫിക്കേഷൻ, അതായത് ടെൻഡർ സമർപ്പിക്കണമെങ്കിൽ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ 1-2 ആവശ്യകതകൾ, കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് പദ്ധതികൾ, സമാനമായിട്ടുള്ള പദ്ധതികൾ ചെയ്ത് 10 ലക്ഷം രൂപ വിറ്റ് വരവുള്ള സ്ഥാപനമായിരിക്കണം. അത് തെളിയിക്കാനായിട്ട് 2019, 20, 21 വർഷങ്ങളിലെ നികുതി രേഖകളും സമർപ്പിക്കണം. അപ്പോൾ 2019, 20, 21 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ നികുതി രേഖകളാണ് ടെൻഡറിന് ഭാഗമാകാൻ വേണ്ട പ്രധാന ക്വാളിഫിക്കേഷൻ. പക്ഷേ ഈ സാഹചര്യത്തിൽ VK പ്രശാന്ത് MLA ചീഫ് പ്രൊമോട്ടറും അംഗവും ഒക്കെ ആയിട്ടുള്ള വൈപ്പ് കോസിൻ്റെ സെക്രട്ടറി ടൂറിസത്തിന് ഒരു കത്ത് കൊടുക്കുന്നു. വൈപ്പ് കോസ് എന്ന നമ്മുടെ സ്ഥാപനം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ചീഫ് പ്രൊമോട്ടറും അംഗവുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ടെൻഡറിൽ പങ്കെടുക്കാൻ ഇളവ് നൽകണമെന്ന്. നിങ്ങൾ ഓർക്കണം,
രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങി 10 വെള്ളിയാഴ്ച തികയ്ക്കാത്തൊരു സ്ഥാപനത്തിന് MLA പ്രൊമോട്ടർ ആയതുകൊണ്ടും അംഗമായതുകൊണ്ടും അതിന് ഇളവ് നൽകി ഒരു പ്രധാനപ്പെട്ട ടൂറിസം പ്രോജക്റ്റ് അവർക്ക് നൽകണമെന്നാണ് ആ കത്തിൽ പറയുന്നത്. അപ്പോൾ MLA ആണ് അവിടെ പ്രതിഫലിക്കുന്നത്. MLA, ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ദ MLA ഗിവിങ് ദ ലെറ്റർ. MLA സ്ഥാപനമായതുകൊണ്ട് ഇളവ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇളവ് നൽകി അവർക്ക് ആദ്യത്തെ പ്രോജക്റ്റ് നൽകുന്നു. പിന്നെ രണ്ടാമത്തെ പ്രോജക്റ്റ്, രണ്ടാമത്തെ പ്രോജക്റ്റിൻ്റെ ടെൻഡറിൻ്റെ ഭാഗമാകാൻ വേണ്ട ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, ഇത് ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ ടെൻഡറാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആ കുളത്തെ ആ പൊട്ടിപ്പോയ കണ്ണാടിപ്പാലം. അപ്പോൾ ആ കണ്ണാടിപ്പാലം എന്ന് പറയുന്ന കോടികൾ ലാഭം കൊയ്യാൻ പറ്റുന്ന വലിയൊരു പ്രോജക്റ്റിൻ്റെ ടെൻഡറിൻ്റെ ഭാഗമാകാൻ വേണ്ട ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ അഡ്വഞ്ചർ സർവീസ് പ്രൊവൈഡറായിട്ട് അക്രഡിറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ അനധികൃതമായി നേടിയിട്ടുള്ള ആ പ്രോജക്റ്റ് വെച്ച് ആ പ്രോജക്റ്റ് ചെയ്തല്ലോ, ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ VK പ്രശാന്ത് MLAയുടെ ഈ വൈപ്കോസ് സൊസൈറ്റിയെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ വകുപ്പ് അക്രഡിറ്റഡ് ടൂറിസം സർവീസ് പ്രൊവൈഡറായിട്ട് സർട്ടിഫൈ ചെയ്യുന്നു. ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ, അതായത് 10 ലക്ഷം രൂപ വിറ്റുവരവുള്ള സ്ഥാപനമാകണം, 19, 20, 21 വർഷങ്ങളിലെ നികുതി രേഖകൾ കൃത്യമായി സമർപ്പിച്ചത് തെളിവായി വേണമെങ്കിലേ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ ടെൻഡറിൽ പങ്കെടുക്കാൻ ക്വാളിഫൈഡ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ എന്ന കണ്ടീഷനിൽ MLA ചീഫ് പ്രൊമോട്ടർ ആയതുകൊണ്ട് DTPC സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത് അതിന് ഇളവ് നേടിക്കൊണ്ട് ആ ടെൻഡറിൽ പങ്കെടുത്ത് ആദ്യത്തെ പ്രോജക്റ്റ് കൈക്കലാക്കുന്നു. ആ പ്രോജക്റ്റ് ചെയ്തതിന് ശേഷം കണ്ണാടിപ്പാലം എന്ന് പറയുന്ന ബൃഹത് പദ്ധതി വരുമ്പോൾ ആ ബൃഹത് പദ്ധതിക്ക് എലിജിബിൾ ആകുന്ന തരത്തിലേക്ക് മുമ്പ് ചെയ്ത ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ അനധികൃതമായി കിട്ടിയവരാണ്. ആ കിട്ടിയതിനെ വെച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കി എന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവരെ ടൂറിസം വകുപ്പ് അക്രഡിറ്റഡ് ടൂറിസം സർവീസ് പ്രൊവൈഡറായിട്ട് സർട്ടിഫൈ ചെയ്യുന്നു. ആ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ ടെൻഡറിനുള്ള ഒന്നാമത്തെ പ്രീ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ ആയിട്ട് വരുന്നു. അതിൽ ഇവർ നിസ്സാരമായി കടന്നുകൂടുന്നു. ഇനി രണ്ടാമത്തത് പ്രധാനമായിട്ടും ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ടെൻഡറിലെ രണ്ടാമത്തെ പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഈ സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ഗ്ലാസ് ബ്രിഡ്ജ് പണി ചെയ്ത് പരിചയ സമ്പത്തുള്ള ആളുകൾ ഉണ്ടാകണം. പക്ഷേ VK പ്രശാന്തിൻ്റെ വൈപ്കോസ് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് എന്ന് പറയുന്ന ആളുകൾ, അവരുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അവരാരും തന്നെ മുമ്പ് ബൃഹത്തായിട്ടുള്ള ഗ്ലാസ് പ്രോജക്റ്റ് പദ്ധതികൾ ചെയ്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവരാരും തന്നെ വൈപ്കോസിൻ്റെ പേറോളിൽ ജോലി ചെയ്യുന്ന ആളുകളുമല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാന. ഇനി ഇതിൻ്റെ അടുത്തൊരു ഇക്കണോമിക് സൈഡ് ഞാൻ പറയാം. 92 ലക്ഷം രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നത്. 92 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഇത് നടത്തി കഴിയുമ്പോൾ ബിൽഡ് ഓപ്പറേറ്റ് ട്രേഡ് എന്ന് പറയുന്ന മോഡലിലാണ് ഇത് വരുന്നത്. ഏതാണ്ട് 80% വരെ ലാഭം വൈപ്കോസിന് വരാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. 92 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഇത് നടത്തുമ്പോൾ ഇവർ ഒരു വർഷം പ്രൊജക്റ്റ് ചെയ്യുന്ന ലാഭം ഏതാണ്ട് 4 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 വർഷത്തേക്കുള്ള കരാറിൽ 20 കോടിയോളം രൂപ ആകെ അതിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി നടത്തിക്കൊണ്ട് വരുമാനം സമ്പാദിക്കുമെങ്കിൽ ആ 20 കോടിയുടെ 80% വൈപ്കോസിലേക്ക് പോകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ 1 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലേതാണ്ട് 10, 17, 18 കോടി രൂപ ലാഭം 5 വർഷം കൊണ്ട് കൊയ്യാവുന്ന ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ, അതാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രേഡ് വൈപ്കോസും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നടത്തിയിട്ടുള്ള ഇടപാട്. ഇതിൽ കൃത്യമായി സകല രേഖകളും, ആ രേഖകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ചെയ്ത പ്രോജക്റ്റ് തന്നെ അനധികൃതമാണ്.
ആ അനധികൃതമായ പ്രോജക്റ്റ് നേടിയെടുത്തവർ ആ പ്രോജക്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറായി മാറി ഗ്ലാസ് ബ്രിഡ്ജ് പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വി കെ പ്രശാന്തിൻ്റെ വൈപ്കോസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിൽ പൊട്ടലുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. ഉടനെ ഇവർ ചെയ്തത് ഇതാരോ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ്. ഞാൻ ഏറ്റവും നിസ്സാരമായിട്ടൊരു ലോജിക്ക് ചോദിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടംപററി സ്റ്റൈലിൽ വയ്ക്കുന്ന വീടുകളിൽ വീട്ടിനുള്ളിൽ തന്നെ വലിയൊരു വീടാണ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യുന്നൊരു വീടാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ പല വീടുകളിലും വീട്ടിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള സംവിധാനങ്ങൾ പണിയുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ബാൽക്കണികളിൽ അല്ലെങ്കിൽ ഹാൻഡ് റെയിലുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടികൾ, അവിടെയും കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കല്ലെറിഞ്ഞാൽ പൊട്ടുമോ? അതുപോലും കല്ലെറിഞ്ഞാൽ പൊട്ടില്ല. കാരണം ഹൈ ക്വാളിറ്റി ടഫൻഡ് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വീടുകളിൽ പോലും വയ്ക്കുന്ന കണ്ണാടികൾ പൊട്ടിപ്പോവാത്ത കാലത്താണ് MLAയുടെ കണ്ണാടിപ്പാലം വെയിലടിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അവിടെ പിടി വീഴുമെന്നായപ്പോൾ ആരോ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാണ് എന്ന്. ഒരു കല്ലെറിഞ്ഞാൽ പൊട്ടുന്ന ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയാണ് മനുഷ്യർക്ക് നടക്കാൻ പാകത്തിൽ ഇവർ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്? ഈ വിവാദം ഉണ്ടായ സമയത്ത് വി കെ പ്രശാന്ത് MLA തന്നെ ചാനലിനൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആകുമ്പോൾ പൊട്ടും, അതാണ് അതിൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അല്ല പൊട്ടണ്ടാത്തതാണെങ്കിൽ നമുക്ക് കമ്പിയും സിമെൻറ്റും മണ്ണും ഒക്കെ വെച്ചിട്ട് ഉള്ള പാലം പണിതാൽ പോരെ. ഇയാൾ എന്താ മണ്ടനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്കുളം പോലെ ഒരു ലേക്കിൻ്റെ ഒരു ഭാഗത്ത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായി ചെയ്യുമ്പോൾ ഇനി ഒന്നും വേണ്ട, താഴെ കടലും കായലും ഒന്നും ഇല്ലെങ്കിൽ പോലും സാധാരണ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എലിവേറ്റഡായി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകാൻ. അവിടെ സ്ഥാപിക്കുമ്പോൾ പോലും ഉള്ള റിസ്ക് എന്താണ്? ആ ഗ്ലാസ് പൊട്ടി അതിനകത്തുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചോട്ടെ, അതാണ് അഡ്വഞ്ചർ എന്നാണോ പറയുന്നത്? ഇതാണോ MLA പറയേണ്ടത്? സത്യത്തിൽ ഇയാൾ മണ്ടനാണോ, മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, ചാനലുകാർക്ക് ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്, വാർത്താ മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന് സാധാരണ ലോജിക്കുള്ള മനുഷ്യർക്ക് പോലും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ മറ്റൊരു ഭാഗത്ത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന നന്മമരം അഴിമതി നടത്തുമോ എന്ന് സംശയിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഈ പറഞ്ഞ രേഖകൾ അടക്കം ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, തുറന്നു വിടാൻ, നൽകാൻ തയ്യാറാണ്. കാരണം ഇത് RTIയും നിയമസഭാ ചോദ്യോത്തരങ്ങൾ അടക്കം നൽകിയിട്ട് നമ്മൾ സമ്പാദിച്ചിട്ടുള്ള, നേടിയിട്ടുള്ള തെളിവുകളാണ്. കണ്ണാടിപ്പാലം നടന്നു പോകുമ്പോൾ ജനങ്ങൾ അത് പൊട്ടി വീണ് മുറിഞ്ഞ് ജീവഹാനി വരുന്നതാണ് അതിൻ്റെ അഡ്വഞ്ചർ എന്ന് കാണുന്ന MLA, വട്ടിയൂർക്കാവ് MLA, വട്ടിയൂർക്കാവിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കട്ടെ, വിലയിരുത്തട്ടെ. എല്ലാ നന്മമരങ്ങളും നന്മമരങ്ങളല്ല എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും പൂർണ്ണമായുള്ള പരിപൂർണമായ സപ്പോർട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും അതിൻ്റെ കൂടുതൽ ഉൾക്കളികളിലേക്ക്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിലേക്ക്, ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രധാന പദവികളിൽ നിന്ന പലരും പിന്നീട് ഈ റിയാസ് മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ടൂറിസം വകുപ്പിൽ നിന്നുള്ള പാലമാണ് വൈപ്കോസിലേക്കും വി കെ പ്രശാന്തിലേക്കുമുള്ള ദൂരം. ആ ദൂരമാണ് കണ്ണാടിപ്പാലം അഴിമതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. MLAയും മന്ത്രിയും കള്ളന്മാരാകുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് ഇനിയെങ്കിലും മനുഷ്യർ തിരിച്ചറിയണമെന്നുള്ളത് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഇത് വെറുമൊരു ആരോപണങ്ങളല്ല, തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന എൻ്റെ അഭ്യർത്ഥനയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വിജിലൻസിന് ഈ പരാതി കൊടുത്തതിന് പിന്നാലെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ടോ? വിജിലൻസിൽ ഞാൻ ഈ പരാതി കൊടുക്കുന്നത് ഇപ്പോൾ CPM ഹാൻഡിലുകൾ പറയുന്നത് ഇലക്ഷൻ തുടങ്ങിയപ്പോൾ നടത്തുന്ന ഒരു ഗിമ്മിക്കാണ്, പരാതിയാണ് എന്നാണ്. അങ്ങനെയല്ല, അത് തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 1.5-2 വർഷമായി. കാരണം ഈ പ്രോജക്റ്റ് ഇത് വളരെ എന്താ പറയുക,
ഈ ഈ ഈ അഴിമതി നടത്തുമ്പോൾ ഈ കണ്ണാടി പോലെ വെടുപ്പായിട്ട് നടത്തണം. അതെങ്ങനെ നടത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു തരും. അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു PR ശാന്ത് ആണ്. പ്രശാന്ത് അല്ല, PR ശാന്താണ്. കാരണം ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഒരു നന്മ മരം ചമയുകയും അണ്ടർഗ്രൗണ്ടിലൂടെ ഇത്തരത്തിൽ അഴിമതികൾ നടത്തുകയും വെടിപ്പായി കണ്ണാടി പോലെ വെടിപ്പായിട്ട് അഴിമതി നടത്തുകയും ചെയ്യാണ്. ചോദിച്ച ചോദ്യം വിജിലൻസ് നടപടി എടുത്തിട്ടുണ്ടോ എന്നല്ലേ. ഞാൻ വിജിലൻസിൽ കഴിഞ്ഞ ഏതാണ്ട് ജനുവരിയിലോ മറ്റോ ആണ് ഈ പരാതി കൊടുക്കുന്നത്. ഇപ്പം മാർച്ചായല്ലോ. ഈ ജനുവരി വരെ എത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് RTIയിലെ ചോദ്യോത്തരങ്ങൾ കിട്ടണം, നിയമസഭയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കിട്ടണം. ഇത്തരത്തിൽ തെളിവ് സമാഹരിച്ച് ഇപ്പം നമുക്ക് ഇതിലൊരു അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ തെളിവുകൾ സഹിതം മാത്രമേ ഇറങ്ങാൻ പറ്റൂ. ആ തെളിവുകൾ സമാഹരിക്കുന്ന താമസമായിരുന്നു കഴിഞ്ഞ ജനുവരി വരെ ഉണ്ടായിരുന്ന കാലാവധി. അത് കിട്ടിയപ്പോഴാണ് ആ തെളിവുകൾ ഉൾപ്പെടെ വിജിലൻസിൽ ഞാൻ പരാതി കൊടുക്കുന്നത്. വിജിലൻസ് പ്രിമാഫേസിയായി അത് പരിശോധിച്ചതിന് ശേഷം ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർ കൂടുതൽ അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഞാൻ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പൊട്ടലുമായി ബന്ധപ്പെട്ട് NIT കോഴിക്കോട് പഠനം നടത്തുകയും ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അത് റീഇൻഫോഴ്സ് ചെയ്യണമെന്നും അവർ പഠന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മുൻനിർത്തി എനിക്ക് പറയാനുള്ളത് VK പ്രശാന്ത് MLAയോടായാലും അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരോടായാലും പറയാനുള്ളത്, കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാൻ പറ്റും, എല്ലാവരെയും കുറച്ചു കാലവും മണ്ടന്മാരാക്കാൻ പറ്റും. പക്ഷേ എല്ലാ പേരെയും എല്ലാ കാലവും മണ്ടന്മാരാക്കാൻ പറ്റില്ല. തീർച്ചയായും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ തെളിവുകൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഇവിടെ ആക്കുളത്തെ കണ്ണാടിപ്പാലത്തിൻ്റെയും അഡ്വഞ്ചർ പാർക്കിൻ്റെയും കരാർ നിയമവിരുദ്ധമായാണ് MLA നേതൃത്വം നൽകുന്ന ഈ ഒരു സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.